വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സിലെ ഇക്കണോമിക്സിൽ വരുന്ന ഒരു ചെറിയൊരു പോർഷൻസ് ആണ് പബ്ലിക് ഫിനാൻസ്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഇക്കണോമിക്സിന്റെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് നമ്മൾ പറഞ്ഞത്? മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. ഈ രണ്ട് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അതിലുള്ള തേർഡ് ബ്രാഞ്ചസ് ആണ് എന്ത്? പബ്ലിക് ഫിനാൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിന്റെ ഒരു ഭാഗമാണ്, അതായത് ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഈ പബ്ലിക് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എന്തായിരുന്നു ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. അപ്പം ഈ പബ്ലിക് ഫിനാൻസിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഇക്കോണമിയിലുള്ള എല്ലാ റവന്യൂവും എക്സ്പെൻഡിച്ചേഴ്സിനും ഇൻക്ലൂഡഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇക്കണോമിയിൽ പബ്ലിക് ഫിനാൻസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ഉണ്ട് അല്ലേ. നമ്മുടെ ഇക്കണോമിയിലുള്ള മൊത്തത്തിലുള്ള എല്ലാ ചെലവുകളെയും, നമുക്ക് കിട്ടുന്ന എല്ലാ റവന്യൂകളെയും എല്ലാം അലോക്കേറ്റ് ചെയ്യുകയും അത് റെപ്രസെൻ്റ് ചെയ്യുകയും എവിടെയാണ്? പബ്ലിക് ഫിനാൻസിലാണ്. അതായത് മെയിൻലി ഇത് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, ലോക്കൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവർ ഈ സ്റ്റേറ്റും സെൻട്രലും ലോക്കലൊക്കെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? പബ്ലിക് ഫിനാൻസിനെയാണ് അല്ലേ. അപ്പം പബ്ലിക് ഫിനാൻസിന് ഇക്കണോമിയിൽ ഇമ്പോർട്ടൻ്റ് റോള് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ CUT എക്സാമിലും ഈ ഒരു ഭാഗത്തിൽ നിന്നും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഫാക്ച്വലായ കാര്യങ്ങളായതിനാൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പബ്ലിക് ഫിനാൻസ് എന്താണോ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നല്ലതുപോലെ റെഫർ ചെയ്ത് പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഇവിടെ നിങ്ങൾ ചെറിയ നോട്ടഡ് പോയിന്റ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ പുറമെ ആയിട്ട് നിങ്ങൾ നിങ്ങളതായ ഒരു പ്രിപ്പറേഷൻസും കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പബ്ലിക് ഫിനാൻസ്. Okay, what introductions of the public finance ആണ്. The study of the role of the government in the economy. അതായത് ഒരു ഇക്കണോമിയിലുള്ള ഗവൺമെന്റിന്റെ റൂൾ എന്താണ്, ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ഇക്കണോമിയിലുള്ള അവസ്ഥ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ്, അല്ലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മറ്റ് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് മൈക്രോവും മാക്രോവും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയും, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഹോൾ ദ ഇക്കോണമിയെയും, അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ റോൾ ഇൻ ദ ഇക്കോണമി. അതായത് ഒരു ഇക്കോണമിയിൽ, അതായത് നമ്മുടെ കൺട്രിയിൽ, ഇന്ത്യ പോലത്തെ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിന്റെ റോൾ എന്താണ്, ഗവൺമെന്റ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ്, പബ്ലിക് റവന്യൂ, ഇതൊക്കെ തുടങ്ങിയത് റെപ്രസെന്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ പബ്ലിക് ഫിനാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഡീൽ വിത്ത് ദ ഫിനാൻസ് ഓഫ് ദ പബ്ലിക് ബോഡീസ്. അതായത് ഫിനാൻസ് ഈ പബ്ലിക് ബോഡീസുകളായ, അതായത് നാഷണൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലോക്കൽ ലെവൽ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഫിനാൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നതാണ് ത്രൂ ദി ഫിനാൻഷ്യൽ ഓഫ് പബ്ലിക് ബോഡീസ് ആർ ഡീലിംഗ് ത്രൂ ദി പബ്ലിക് ഫിനാൻസ്. ഇറ്റ് ആക്സസ് ദ ഗവൺമെന്റ് റവന്യൂ. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാവുന്ന ഒരു വരുമാനം, അതോടൊപ്പം തന്നെ അതിനുണ്ടാവുന്ന ചെലവും, ഇതുമെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു പബ്ലിക് ഫിനാൻസിലാണ്. അപ്പോൾ റവന്യൂ എന്താണ് എല്ലാവർക്കും അറിയില്ലേ? നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലേ. അതായത് നമ്മൾ കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അതായത് നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് മറ്റു രൂപത്തിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിനെയാണ് റവന്യൂ എന്ന് പറയാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് ചെലവ് അല്ലേ. ഒരു ഗവൺമെന്റ് നമ്മുടെ ഇക്കോണമിക്ക് നടത്തുന്ന, അതായത് നമ്മുടെ കൺട്രി ഒന്ന് ഡെവലപ്പ് ആവാൻ നടക്കാൻ വേണ്ടി ഒരുപാട് ചെലവുകൾ നടക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കും ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ റോഡിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമ്മുടെ നാഷണൽ ഒന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫെസിലിറ്റീസുകൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. മെട്രോ, റോഡ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗവൺമെൻറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ
കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഓരോ എക്സ്പെൻഡിച്ചർ, ഇതിനൊക്കെ ചെലവുകൾ ഉണ്ട് അല്ലേ, അതൊക്കെ റെപ്രസെന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ റവന്യൂ, ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് അല്ലേ. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ടാക്സ് അവർ ഈടാക്കുന്നത് ഗവൺമെന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു റവന്യൂ തന്നെയാണ്. അപ്പം റവന്യൂ പിന്നെ അതുപോലെ തന്നെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറും അതും എല്ലാം എവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഫിനാൻസിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു, പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചസ് ആണ്. അതോടൊപ്പം തന്നെ റവന്യൂവും എക്സ്പെൻഡിച്ചറും അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് മീൻസ് എങ്ങനെ ഒരു ഇക്കണോമിയിൽ ഉണ്ടാവുന്ന, ഒരു ഗവൺമെന്റിന് ഉണ്ടാവുന്ന റോൾ എന്താണെന്നും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ദ പ്രിവ്യൂ ഓഫ് പബ്ലിക് ഫിനാൻസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഗവൺമെന്റ്. ഇവിടെ എന്താ പറയുന്നത്, ഈ പബ്ലിക് ഫിനാൻസിനെ ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഒരുപാട് ഡെഫിനിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു എക്കണോമിക്സ് കൊണ്ടുവന്ന ഡെഫിനിഷൻ ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇക്കണോമിക്സ്, ഈ പബ്ലിക് ഫിനാൻസ് എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. അലോക്കേഷൻ ഓഫ് എ സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. നമുക്കറിയാം റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താ, അൺലിമിറ്റഡ് ആണല്ലേ. നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണല്ലേ, നമ്മളുടെ വാൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ്. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസുകൾ കൊണ്ട്, നമ്മുടെ ഇക്കോണമിയിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് വേണം നമ്മൾ ഇഫക്റ്റീവ്ലി ആയിട്ട് അത് യൂസ് ചെയ്യാൻ. അതും ഈ പബ്ലിക് ഫിനാൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. എന്താണ് ഈ ഒരു റിസോഴ്സസ് എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ ജനങ്ങൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി എന്നാൽ എന്താ, നമുക്കറിയാലേ, ഒരു ഇൻഫ്ലേഷൻ പീരീഡോ ഡിഫ്ലേഷൻ പീരീഡോ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഒരു ബിസിനസ് സൈക്കിളിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റെബിലിറ്റി അല്ലേ. ബിസിനസ് സൈക്കിളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ബിസിനസ് സൈക്കിളിലുള്ള ഓരോ പീരീഡുകളില്ലേ, റിസഷൻ പീരീഡ്, ബൂം പീരീഡ് ഒക്കെ ഒന്ന് പറഞ്ഞ ഒരുപാട് പീരീഡ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതിലുള്ള ഒരു സ്റ്റെബിലിറ്റിയെയും അതും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഈ പബ്ലിക് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാണ് നമുക്ക് പബ്ലിക് ഫിനാൻസ് എന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ഒരുപാട് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ റെപ്രസെന്റ്, അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം, പബ്ലിക് റവന്യൂ, അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി. ഈ പബ്ലിക് ഫിനാൻസിനെ നമുക്ക് മറ്റൊരു രൂപത്തിലൂടെയും കൂടി പറയാം, ഫിസിക്കൽ പോളിസിയും കൂടിയും പറയാം. അപ്പോൾ ഫിസിക്കൽ പോളിസിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പബ്ലിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇക്കണോമിയിലുണ്ടല്ലേ. നമ്മുടെ ഇക്കണോമിയെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ഒരുപാട് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, പബ്ലിക് ഫിനാൻസാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ഒരു പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു ഷോർട്ട് ഐഡിയ, അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ചെറിയൊരു ഐഡിയ മാത്രമാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. പബ്ലിക് ഫിനാൻസ് എന്താ പറഞ്ഞു, പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ യൂസ്, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, റവന്യൂവിന് വേണ്ടിയിട്ട്, പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയിട്ട്, ഫിസിക്കൽ പോളിസി, ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ സ്ക്രീനിലുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് മെയിൻലി എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന റിട്ടേൺസും എക്സ്പെൻഡിച്ചറും ഒരു എക്കണോമിയെ മൊത്തത്തിൽ ഒരു പഠനം നടത്തുന്നത്, അതിനെയാണ് മീൻസ് പബ്ലിക് ഫിനാൻസ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ റോൾ, ഒരു ഗവൺമെൻറ്റിന് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഒരു റോളിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഐഡിയ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റഡ് ടോപ്പിക്കുമായിട്ട്, ഷോർട്ട് ഇൻട്രസ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം മൈ ഫ്രീ എഡ്യൂക്കേഷൻ.